ഇന്നത്തെ കാലത്ത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മൊബൈൽ ഫോൺ എന്നുള്ളത്. ഈ കാലഘട്ടത്തിലെ ഫുഖഹാക്കൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണത്. പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഇങ്ങനെ റിങ് ചെയ്യുക, മറവി മനുഷ്യർക്കുണ്ടാകും. പറയാതെ ഒരാളുടെ മൊബൈൽ റിങ് ചെയ്താൽ എല്ലാവരും കൂടെ നോക്കി അയാളെ ഇനി പള്ളിയിലേക്ക് വരാത്ത രൂപത്തിലാക്കല്ല വേണ്ടത്. അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് ആ മനുഷ്യനെ എല്ലാവരുടെയും ഇടയിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തുകയല്ല വേണ്ടത്. അവിടെയൊക്കെ ഒരു സംസ്കാരമുണ്ടല്ലോ. പള്ളിയിൽ അറാബി മൂത്രമൊഴിച്ചു, ചെയ്തത് തെറ്റാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം നോക്കൂ. ഓടിക്കാൻ വന്ന സ്വഹാബത്തിനെ തടഞ്ഞു. ആ സ്വഹാബത്തിനോട് അവിടെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, അറാബിയോടല്ല പറഞ്ഞത്. സ്വഹാബത്തിനോട് വെള്ളം കൊണ്ടുവന്ന് അറാബി മൂത്രമൊഴിച്ചെടുത്ത് ഒഴിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചു, സൗമ്യമായി വിളിച്ചു. ഇത് പള്ളിയല്ലേ, പള്ളി നിസ്കാരത്തിൻ്റെ ഇടമല്ലേ, ഖുർആൻ പാരായണത്തിൻ്റെ ഇടമല്ലേ, ഇവിടെ മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? തിരുത്തുന്നതിലൊരു സംസ്കാരമുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമുക്ക് വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സുബൈ നമസ്കാരം തൊട്ടരികിലാണ് നമ്മുടെ അധികം ആളുകളുടെയും വീട്, അല്ലെങ്കിൽ അരികിലുള്ള പള്ളിയിലേക്കാണ് നമ്മൾ പോവുക. നിസ്കാരം കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്കെത്തും. ആ ഒരു സമയത്ത് എന്തിനാണ് ഒരു മൊബൈൽ? സുബൈക്കൊരു പള്ളിയിലേക്ക് വരുമ്പോൾ എന്തിനാണ് നമ്മുടെ കയ്യിലൊരു മൊബൈലിൻ്റെ ഒരു ആവശ്യം? എന്നിട്ട് പല ആളുകളുടെയും അലാറടിക്കൽ പള്ളിയിലാണ്. ഒന്നും രണ്ടും അല്ല, 5-നുണ്ടാകും, 5:05-നുണ്ടാകും, 5:10-നുണ്ടാകും. നമ്മൾ അലാറം അങ്ങനെയാണ്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും നമുക്ക് അത്രയും ഉറപ്പാണ് നമ്മളൊരു അലാറത്തിന് തന്നെ എഴുന്നേൽക്കുന്നുള്ളതുകൊണ്ട്. ഇത് പള്ളിയിലാണ്. എന്നിട്ട് നിസ്കാരത്തിൻ്റെ ഇടയിലാണ് അലാറം അടിക്കുക. കഴിയുന്നതും പള്ളിയിലേക്ക് മൊബൈൽ കൊണ്ടുവരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്നൊരു മാന്യമായൊരു റിംഗ് ട്യൂൺ നമുക്കറിയണം. മൊബൈൽ വരുന്നത്, കോള് വരുന്നത് അറിയണം. അതിന് കഴിയുന്ന രൂപത്തിൽ ഒരു മാന്യമായ രൂപത്തിലുള്ള ഒരു റിംഗ് ട്യൂൺ വെക്കുക. അറിഞ്ഞാൽ മതി, കോള് വരുന്നത് അറിഞ്ഞാൽ മതി, അതിനുള്ളത് മതി. അത് പാട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? അത് മ്യൂസിക്കും അതുപോലെയുള്ള ആരവങ്ങളും വേണോ? ഇത് പള്ളിയിലാണ്, നിസ്കാരത്തിലാണ് ഈ പാട്ട് കേൾക്കുന്നത്, നിസ്കാരത്തിലാണ് ഈ മ്യൂസിക് കേൾക്കുന്നത്. മാത്രമല്ല, മൊബൈൽ എന്നുള്ളത് എപ്പോഴും നമ്മുടെ കൂടെയുള്ളതാണ്. നമ്മൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകുന്നു, രോഗിയുടെ അരികിൽ നമ്മൾ ചെല്ലും, മരണവീട്ടിൽ നമ്മൾ ചെല്ലും, പലതരം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ നമ്മൾ ചെന്ന് കാണും. അപ്പം അവിടെയൊക്കെ കഴിയുന്ന എല്ലായിടത്തേക്കും പറ്റുന്ന രൂപത്തിലുള്ള മാന്യമായൊരു റിംഗ് ട്യൂൺ, അതാണ് നമുക്കുണ്ടാകേണ്ടത്. ഇനി നിസ്കാരത്തിൽ വെല്ലടിച്ചാലോ, അതിങ്ങനെ തീരുന്നത് വരെ കാത്തിരിക്കുകയാണ് ചില ആളുകൾ. കാരണം ആരോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, 3 തവണ ഒരു അനക്കം സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് മൊബൈൽ ഓഫ് ചെയ്യൂല. കാരണം മൊബൈൽ ഓഫ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ല, നമസ്കാരത്തിൽ മൊബൈൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണം. ഇത് മറ്റുള്ളവരുടെ നിസ്കാരത്തെയാണ് ബാധിക്കുന്നത്. മാത്രമല്ല, അയാളുടെ നിസ്കാരത്തെയും ബാധിക്കും. ഞാൻ നിസ്കരിക്കും, എൻ്റെ മൊബൈൽ ബെല്ലടിച്ചാൽ എൻ്റെ മനസ്സിൽ വരില്ല എന്താ, ആളുകൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നുണ്ടാകും, എല്ലാവരും എന്നെ പറ്റിയല്ലേ ചിന്തിക്കുന്നത്. ഇതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരോ, ആരാണ് ഈ മൊബൈൽ കൊണ്ടുവന്നിട്ടുള്ളത്, അവനെ പറ്റിയിട്ടാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. പെട്ടെന്ന് ചിന്ത മാറും. അതുകൊണ്ട് നിസ്കാരത്തിൽ മൊബൈൽ ബെല്ലടിച്ചാൽ അത് ഓഫ് ചെയ്ത് വെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരാൾ മൊബൈൽ കട്ട് ചെയ്താൽ, ചിലപ്പോഴൊക്കെ കാണാം ഒരാൾക്കൊരു കോള് വരുന്നു, അയാൾ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യും, പിന്നെ വീണ്ടും വിളിക്കും, ഇയാൾ വീണ്ടും കട്ട് ചെയ്യും, അപ്പോൾ വീണ്ടും വിളിക്കും. നമ്മളൊരാളെ വിളിച്ചു, അയാളെ മൊബൈൽ കട്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം അയാൾ തിരക്കിലാണ് എന്നാണ്. അയാൾ ഇപ്പോൾ നമ്മുടെ കോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇപ്പം നമ്മളുമായി സംസാരിക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ വീണ്ടും തിരിച്ചു വിളിക്കലല്ല, അയാൾ കുറച്ച് കഴിഞ്ഞ് അയാളുടെ തിരക്ക് മാറുമ്പോൾ തിരിച്ചു വിളിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലാതെ വീണ്ടും വീണ്ടും വിളിച്ച് ഇടക്കുന്നത് വരെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും എന്നതല്ല.
വീട്ടിൽ വന്നു, ഒരാൾ വാതിൽ മുട്ടി, സലാം പറച്ചു. 3 തവണ സലാം പറഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ല. എന്താ ഒരു മുസ്ലിം ചെയ്യേണ്ടത്? തിരിച്ചു പോകണം. അവിടെ ചെരുപ്പ് കാണുന്നുണ്ട്, അപ്പോൾ ആളേതായാലും ഉള്ളിലുണ്ട്, നടക്കള വഴി പോയി നോക്കാം, ഞാൻ മുട്ടി എങ്ങനെങ്കിലും തുറപ്പിക്കും എന്നതല്ല. മനുഷ്യർ പല അവസ്ഥയിലുണ്ടാകും. വീട്ടിൽ ആളുണ്ടെങ്കിലും ചിലപ്പോൾ തുറക്കാൻ കഴിയുന്ന അവസ്ഥയിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും സംസാരിച്ച് അവർ പിണങ്ങി നിൽക്കുന്ന സാഹചര്യമായിരിക്കും, സങ്കടത്തിലിരിക്കുന്ന അവസ്ഥയായിരിക്കും, മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ അവർക്കുണ്ടാകും. നമ്മളുമായി സംസാരിക്കാൻ അവരുദ്ദേശിച്ചു കൊള്ളണമെന്നില്ല. വാതിൽ മുട്ടി, ആളുള്ളിലുണ്ടാകട്ടെ, ബെല്ലടിച്ചു, സലാം പറഞ്ഞു, അവർ വരുന്നില്ല എങ്കിൽ തിരിച്ചു പോകണം. അതുപോലെയുള്ളൊരു സംസ്കാരമാണ്. നമ്മൾ ഫോൺ ചെയ്തു, അവർ ബിസിയാക്കിയാൽ, അവരത് കട്ട് ചെയ്താൽ പിന്നെ വീണ്ടും വിളിച്ച് പ്രയാസപ്പെടുത്തലല്ല. മറിച്ച് മനസ്സിലാക്കണം, അവർ നമ്മുടെ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ അവരെ വിളിച്ചു നോക്കുക എന്നതെല്ലാം ഒരു ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.